ഹായ് ഓൾ 2026 കീം എൻട്രൻസ് എക്സാമിനേഷൻ നാളെ ഏപ്രിൽ 17-ാം തീയതി തൊട്ട് നടക്കുകയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. ആസ് യു ഓൾ നോ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ 3 അവേഴ്സിന്റെ പരീക്ഷയാണ്. അത് CBT എക്സാമിനേഷൻ ആണ്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫാർമസി കോഴ്സുകൾക്ക് ഓപ്റ്റ് ചെയ്തവർ ഫാർമസിയുടെ CBT എക്സാമിനേഷൻ 1.5 അവേഴ്സ് ആണ് ഉണ്ടാവുന്നത്. അത് നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം MCQ ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നാളെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓഫ് കോഴ്സ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അഡ്മിറ്റ് കാർഡാണ്. സോ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവാം. നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചേ, നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവാണ്. സിഇയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. സോ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഒക്കെ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പോയി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും റിപ്പോർട്ടിംഗ് സമയം ശ്രദ്ധിക്കണം. ബിക്കോസ് ഇപ്പം 2 മണിക്കാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്, 2 to 5. നമ്മളൊരു മിനിമം 2 അവേഴ്സ് മുന്നേ എങ്കിലും എക്സാമിനേഷൻ ഹാളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിംഗ് സമയം കഴിഞ്ഞാൽ അവിടെ നമുക്ക് CBT എക്സാമിനേഷൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാണ് ആക്ച്വൽ എക്സാമിനേഷൻ നടക്കുക. എപ്പോഴും അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയം നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണ്. എക്സാമിനേഷന്റെ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് മാത്രമല്ല വേണ്ടത്. യു ഷുഡ് ഓൾസോ ക്യാരി സം ID കാർഡ്സ്. നമ്മുടെ ഫോട്ടോ ഉള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഉണ്ടാവണം. ലൈക്ക് ആധാർ കാർഡ് ആകാം, വോട്ടേഴ്സ് ID ആകാം, ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയ ഏതെങ്കിലും ഒന്ന്. സോ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആധാർ കാർഡ് എടുത്ത് നമുക്ക് പോവാം. അതിലൊരു കാര്യം കൂടി പറയാം. അപ്പൊ വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് കൂടാതെ നമ്മൾ എടുക്കേണ്ടത് കേസസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ID കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇലക്ഷൻ ID, അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ്. വേറെ ഒന്നും ഇല്ല എങ്കിൽ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ്, ആധാർ കാർഡ്, അത് ആധാർ എടുക്കാം, റേഷൻ കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നമുക്ക് എടുക്കാം. ഈ രേഖകളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ +2 പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൽ നമുക്ക് അറ്റസ്റ്റ് ചെയ്തു തരുന്ന ഫോട്ടോ അടങ്ങിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയാലും നമുക്ക് മതി. ഇതൊന്നും ഇൻ കേസ് ഇല്ല എങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, നമ്മുടെ കയ്യിൽ എന്തുകൂടി ഉണ്ടാവണം, ID കാർഡ് കൂടി ഉണ്ടാവണം. ആൻഡ് ഓൾസോ വേറെ എന്തൊക്കെ കൊണ്ടുപോകാം? കാൽക്കുലേറ്റേഴ്സ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. സ്മാർട്ട് വാച്ച് പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങളെ കടത്തിവിടാൻ സമ്മതിക്കില്ല. സോ ഇതൊന്നും എടുക്കാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ ശ്രദ്ധിക്കാം. ഇനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ ദി എക്സാമിനേഷൻ, ഞാൻ നേരത്തെ എക്സാമിനേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ കഴിയില്ല. പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളെയും കൊണ്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളെ ഒരിക്കലും ആ എക്സാമിനേഷൻ സെന്ററിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഗേറ്റിന് പുറത്തായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. പിന്നെ കുട്ടികളെല്ലാവരും CBT എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക. അപ്പൊ നമുക്ക് റഫ് വർക്ക് ചെയ്യുന്നതിന്, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് പേന, പെൻസിൽ പോലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോവുക. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽസ് കൊണ്ടുപോകാം, പക്ഷേ ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം. ബിക്കോസ് ദേ ആർ ദെയർ ടു ഹെൽപ്പ് യു. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പം പെന്നാണെങ്കിലും അതുപോലെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ വളരെ ട്രാൻസ്പാരന്റ് ആയിരിക്കുന്ന വാട്ടർ ബോട്ടിൽസ് ഒക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. പിന്നെ ഈ കൊണ്ടുപോയിരിക്കുന്ന പേനയോ പെൻസിലൊന്നും പരീക്ഷാ ഹാളില് വേറൊരാൾക്ക് കൈമാറരുത്. ഓക്കെ, നമ്മുടെ ആവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി അനുവദിച്ച ഇരിപ്പിടത്തിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. സീറ്റ് മാറി ഇരിക്കാൻ പാടില്ല. അവിടെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാൻ പാടില്ല. ഇൻവിജിലേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ സ്ട്രിക്ട്ലി നമ്മളത് ഫോളോ ചെയ്യണം. ഇൻവിജിലേറ്റേഴ്സ് ആണ് ആ എക്സാമിനേഷൻ സെന്ററിന്റെ കംപ്ലീറ്റ് നിങ്ങളുടെ ഹാളിലുള്ള അതോറിറ്റിയുള്ള ആള്. സോ എന്തൊക്കെയാണോ ഇൻവിജിലേറ്റേഴ്സ് പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യാം. പിന്നെ
ഈ പറഞ്ഞത് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ടിംഗ് സമയത്തിൽ തന്നെ നമ്മൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാളെ തൊട്ട് എക്സാമിനേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ എനിവേ, അടുത്ത ദിവസങ്ങളിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും സൈലത്തിന്റെ ഓൾ ദി വെരി ബെസ്റ്റ് പറയാണ്. അടിപൊളിയായിട്ട് പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോവുക, കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനേഷൻസ് ചെയ്യുക. ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. നമുക്ക് എപ്പോഴും ടൈം വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. കീമിലേക്ക് വരുമ്പോൾ, എഞ്ചിനീയറിംഗ് എൻട്രൻസിലേക്ക് വരുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാൽക്കുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. നല്ല ഫോക്കസ് ചെയ്ത് എല്ലാവരും ചെയ്യണം. വെറുതെ ചുമ്മാ അപ്പുറത്തിപ്പുറത്ത് നോക്കി നിന്ന് സമയം കളയരുത്. നമ്മുടെ മനസ്സ്, നമ്മുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി എക്സാമിനേഷൻ ഹാളിൽ ആ സ്ക്രീനിന് മുന്നിലുള്ള ചോദ്യത്തിലായിരിക്കണം. ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.